പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നൊക്കെ ചിന്തയ്ക്കായി യാക്കോബിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തീരയ്ക്ക് സമൻ. ഇതിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളിൽ ഓരോരുത്തരും ജ്ഞാനം കുറവാണെങ്കിൽ അത് അവർ ദൈവത്തോട് ചോദിപ്പിൻ, ദൈവം അത് കൊടുക്കും, സൗജന്യമായി കൊടുക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ വിശ്വാസത്തോടെ നമ്മൾ എന്ത് യാചിച്ചാലും ദൈവം അത് നമുക്ക് തരും. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവം എന്താ ഉത്തരം തരാത്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? കാരണം നമ്മുടെ വിശ്വാസം കുറവായതുകൊണ്ടാണ്. കാരണം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും, പക്ഷെ പ്രാർത്ഥന തീരുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുമോ, അല്ലെങ്കിൽ അതെങ്ങനെ നടക്കും, അങ്ങനെ ഓരോരോ ചിന്തകളാണ് നമ്മൾ വേട്ടയാടുന്നത്. നമുക്ക് വിശ്വാസം കുറഞ്ഞുകൊണ്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. പക്ഷെ 6-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നത്, അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം, അവന് കിട്ടുമെന്ന്. പക്ഷേ സംശയിക്കുന്നവനോ അലയുന്ന കടൽ തീരത്ത് സമൻ പോലെ. കടൽ തിരമാലകൾ എങ്ങനെ അലയുന്നത്, ഡയറക്ഷൻ ചേഞ്ച് ആകുന്നത്, ഒരു പ്രാവശ്യം കാറ്റടിച്ച് ആ ഡയറക്ഷനിലോട്ട് എങ്ങനെ കടൽ തിരമാലകൾ അങ്ങനെ പോകുന്നത്, അങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ വിശ്വാസം, അവരുടെ പ്രാർത്ഥനയും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ദൈവം ഇത് ചെയ്തു കഴിഞ്ഞാൽ ദൈവം എനിക്ക് തരുത്തുള്ളൂ. ദൈവം മനുഷ്യനല്ല, നീ എനിക്കിത് ചെയ്ത് തന്നാലേ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കത്തുള്ളൂ എന്ന് പറയാൻ. ഹീസ് ഓൾ മൈറ്റി. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വിശ്വാസം മാത്രം മതി നമുക്ക്. നമ്മൾ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ നടക്കണം, വിശ്വാസത്തോടെ തന്നെ യാചിക്കണം. ദൈവം നമുക്കത് തരും. വി ആർ നോട്ട് പെർഫെക്റ്റ്. ദൈവത്തിന് നമ്മളെ കൊണ്ടൊന്നും ഇതില്ല, നമ്മൾ ഇത് ചെയ്താലേ ദൈവം തരുമെന്ന് അങ്ങനെ എഴുതിയിട്ടില്ല ഒരിടത്തും. നമ്മുടെ വിശ്വാസം നമ്മളെ കാക്കുന്നതെന്ന് പറയുന്നത്. അവിശ്വാസിയോടെ അല്ലെങ്കിൽ നമ്മൾ സംശയത്തോടെ പ്രാർത്ഥിച്ചാൽ നമുക്കൊന്നും ലഭിക്കത്തില്ല എന്ന് 7-ാം വാക്യത്തിൽ എഴുതിയേക്കുന്നത്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ലഭിക്കത്തില്ല. ഈ പകൽവേളയിൽ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ലഭിക്കുവാൻ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, എൻ്റെ കർത്താവ് എനിക്ക് തരുമെന്ന് സംശയമില്ലാതെ പ്രാർത്ഥിച്ചൊന്ന് നോക്കി, കർത്താവ് നമുക്ക് തന്നിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.